എവ്രിവൺ, ഐ എം ഫിദ. ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റാണ്. സോ നമ്മുടെ ഒക്കെ ഒരു ആഗ്രഹമാണ് നീറ്റ് എക്സാമിന് ടെൻഷൻ ഇല്ലാതെ പോകാന്നുള്ളത് അല്ലേ. എനിക്കും ഇങ്ങനെ തന്നെ ആയിരുന്നു. ഞാൻ ടെൻഷൻ ഇല്ലാതെ പോകുന്ന വളരെ റെയറാണ്. ഒരു ടെൻഷൻ അടിക്കുന്ന കുട്ടി അങ്ങനെയായിരുന്നു ഞാൻ. പക്ഷെ അതിൽ നിന്ന് ടെൻഷൻ ഇല്ലാതെ ആവാൻ ഭയങ്കര ഈസിയാണ് സത്യം പറഞ്ഞാൽ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങളായിട്ട് മാറുമൊന്നും വേണ്ട, നിങ്ങളുടെ പേഴ്സണാലിറ്റി ഒന്നും മാറ്റമൊന്നും വേണ്ട. നമ്മൾ ചെറിയ 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 ടിപ്സ് ഉണ്ട് അതിന്. അപ്പോൾ അത് പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നേക്കുന്നത്. സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഈ നീറ്റ് അടുപ്പിച്ചുള്ള ഡേയ്സ്, അതായത് പ്രത്യേകിച്ച് നീറ്റിൻ്റെ തലേന്ന്, അതിന് മുന്നത്തതേ ഇല്ലെങ്കിലും തലേന്നെങ്കിലും, നീറ്റിൻ്റെ തലേന്ന്, പിന്നെ നീറ്റ് എഴുതാൻ പോകുന്ന ആടെ രാവിലെ ആ സമയമൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മാക്സിമം നെഗറ്റീവ് എനർജിയിലേക്ക് പോവാതിരിക്കാൻ നോക്കുക. നമുക്കറിയാം ചില സമയത്ത് എന്തെങ്കിലും ചെയ്താൽ നെഗറ്റീവ് ആവും നമ്മുടെ മൈൻഡിൽ. അതൊക്കെ നമ്മളൊന്ന് സൂക്ഷിക്കാം. മനസ്സിൽ നമുക്ക് മനസ്സിലാവും. ഇപ്പം നമ്മൾ വീട്ടിലൊരു വഴക്കിട്ടെന്ന് വെച്ചോ, അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊരു വഴക്കിട്ടെന്ന് വെച്ചോ, അതൊക്കെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന ഫാക്ടറാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കുന്നത് നമ്മൾ തടയുക. അപ്പം തലേന്നും എക്സാമിന് അന്നുമായിട്ട്. പിന്നെ വേറെ കാര്യം, ഞാൻ മിക്ക വീഡിയോസിലും പറഞ്ഞ പോലെ തന്നെ യൂട്യൂബ് വീഡിയോസ് കാണുക. പോസിറ്റീവ് എനർജി തരുന്ന കുറച്ച് വീഡിയോസ് ഉണ്ടാവും, മോട്ടിവേഷൻ തരുന്ന, അതായത് നമ്മളെ ഡ്രീംസിലെത്തിക്കാൻ നമുക്ക് കുറേ മോട്ടിവേഷനൊക്കെ തരുന്ന കുറച്ച് വീഡിയോസ് ഉണ്ടാവില്ലേ. അപ്പം അതുപോലെ എന്തെങ്കിലും വീഡിയോസൊക്കെ കണ്ടാൽ മതി. നീറ്റ് എക്സാമിൻ്റെ തലേന്നൊക്കെ രാത്രിയോ നമ്മൾ കിടക്കുന്നതിൻ്റെ കുറച്ച് മുന്നെയോ അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് എപ്പോഴും നമ്മൾ മോട്ടിവേറ്റഡ് ആയി വെക്കാൻ നോക്കുക, അത് എന്ത് വഴിക്കാണെങ്കിലും. അപ്പം ഈ മോട്ടിവേഷൻ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്കൊരു വേ ഓഫ് എവിടുന്നോ ഒരു ഡോപ്പമിനൊക്കെ കയറുന്നതാണ് കേട്ടോ. കാരണം നമുക്ക് മോട്ടിവേഷൻ കിട്ടുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാനുള്ള ഒരു ആഗ്രഹം വരികയാണ്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടുക ചെയ്യുക. അപ്പം നമ്മൾ കൂടുതലൊരു എക്സൈറ്റഡ് സ്റ്റേജിലാണ് നിൽക്കുക മോട്ടിവേഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ. അപ്പം ഈ ടെൻഷനൊക്കെ സപ്രസ് ആവും അങ്ങനെ കുറേയൊക്കെ. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുക. ഈ യൂട്യൂബ് വീഡിയോസൊക്കെ നല്ല വീഡിയോസ് ഉണ്ട് കാണാൻ. നമ്മൾ വളരെ ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ഓപ്റ്റ് ചെയ്യേണ്ട, കാരണം നമ്മുടെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യും. അതാലോചിച്ച് പിന്നെ ടെൻഷൻ അടിക്കുക. അതൊന്നും ചെയ്യേണ്ട, ചെറിയ ചെറിയ വീഡിയോസ് കാണാം. പിന്നെ പാട്ടൊക്കെ കേൾക്കുക. നമുക്കിപ്പം നിങ്ങൾ ഭയങ്കര പാട്ടൊക്കെ കേൾക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കത് ഭയങ്കര റിലീഫായിരിക്കും. പാട്ട് കേട്ട് എൻജോയ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ കേട്ടോ. അപ്പോൾ ചെറുതായി പാട്ടൊക്കെ കേൾക്കുക. അങ്ങനെ ഭയങ്കര ഇൻറ്റൻസായിട്ട് പാട്ട് കേൾക്കാനല്ല പറയുന്നത്. അതായത് ഒരു പാട്ട് നോക്കി അതിനെപ്പറ്റി ആഴ്ന്നിറങ്ങി നോക്കി, പിന്നെ ഇപ്പോൾ ഒരു സിനിമയിലെ പാട്ട് നമ്മൾ കണ്ടു വെച്ചോ, അപ്പോൾ ആ സിനിമയിലെ ബാക്കി പാട്ടുകളൊക്കെ എന്തായിരിക്കും അങ്ങനെയൊക്കെ നോക്കിയാൽ ആ ഒരു ഇൻഫോർമേഷൻസിലേക്ക് ഒന്നും പോകരുത്. ഞാൻ പറഞ്ഞത് ജസ്റ്റ് റിലാക്സേഷൻ്റെ മെത്തേഡ് മാത്രമായിട്ട് പാട്ട് എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്താൽ അതൊരു ഫോം ഓഫ് റിലാക്സേഷനാണ് ചില ആളുകൾക്ക്. പിന്നെയുള്ള പറഞ്ഞാൽ നമ്മൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ വിളിക്കാതിരിക്കുക. നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവും ഫ്രണ്ട്സിനെ വിളിക്കാനൊക്കെ. അപ്പോൾ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയില്ല നമ്മൾ ഫ്രണ്ട്സിനെ വിളിച്ചാൽ നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് എനർജിയാണ് കിട്ടാൻ പോകുന്നത് അവരുടെ അടുത്ത് നിന്ന്. അപ്പോൾ ചിലപ്പോൾ അവർ ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കുന്ന ഒരാളായിരിക്കും, ചിലപ്പോൾ അവർ ഭയങ്കര ജലസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് നമുക്കുണ്ടാവും. നിങ്ങൾ പോലും അറിയില്ല നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ അടുത്ത് ജലസ് ആണോ അല്ലേ എന്നൊക്കെയുള്ള. അപ്പം ചില ആളുകൾ നമ്മുടെ ഉയർച്ച തന്നെ ആഗ്രഹിക്കുന്ന ആളുകളൊന്നും ഉണ്ടാവണമെന്നില്ല. ലോകം അങ്ങനെയാണ്. സോ അങ്ങനെ ആരെങ്കിലും നമുക്ക് ചിലപ്പോൾ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ മനഃപൂർവ്വം നമ്മളോട് പറയുന്ന ആളുകളുണ്ടാവും. അങ്ങനത്തെ കുറേ പേരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ നമുക്കറിയില്ല ആരാണ് എങ്ങനെയാണ് നീറ്റിൻ്റെ തലേന്നൊക്കെ പ്രതികരിക്കാൻ പോകുന്നതെന്നൊക്കെ. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഫ്രണ്ട്സിനെയൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നത് നിർത്തുക. അത്രയും നിങ്ങൾക്ക് ഒരു ട്രൂ ഫ്രണ്ട് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ മാക്സിമം പ്രശ്നങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാമെന്ന്. ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരാളുണ്ടെങ്കിൽ അവർ അതിനനുസരിച്ച് നീറ്റിൻ്റെ തലേന്നൊക്കെ നിങ്ങൾ വിളിച്ചാലും നിൽക്കും. പക്ഷേ ഞാൻ പറയുന്നത് അതിന് നിൽക്കണം എന്നില്ല എന്നാണ്. ഇഫ് നിങ്ങളുടെ മൈൻഡിന് അതൊരു റിലാക്സേഷൻ തരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം, കോണ്ടാക്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെ പേരൻസിനോടൊക്കെ നന്നായി സംസാരിക്കുക, റിലാക്സ്ഡ് ആവുക. അപ്പം ചില പേരൻസ് ചിലപ്പം നമുക്കൊരു സ്ട്രെസ് ഫ്രീ ആവണമെന്നില്ല. അവർ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും, അവർ ടെൻസ്ഡ് ആയിരിക്കും. ചിലപ്പം പിള്ളേരെക്കാളും കൂടുതൽ സ്ട്രെസ്ഡ് ചിലപ്പം പേരൻസ് ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ അവരുടെ അടുത്ത് പോകുമ്പോൾ നമുക്ക് കൂടുതൽ പേടി വരാനാണ് ചാൻസ്. അവരുടെ ഒരു സിറ്റുവേഷൻ ആലോചിച്ച് ഇപ്പം എനിക്ക് എക്സാം കിട്ടിയില്ലെങ്കിൽ എൻ്റെ പേരൻസ് എന്ത് ചെയ്യും, അവർക്ക് എത്ര സങ്കടമാവും, അങ്ങനത്തെ ഒക്കെ ഒരു ഫീലിംഗ് നമുക്ക് അവരെ കാണുമ്പോൾ വരാൻ തുടങ്ങും. ഞാൻ പറയുന്നത് അങ്ങനത്തെ എന്ത് സോഴ്സും നമ്മൾ ഒഴിവാക്കാൻ നോക്കി. ഇപ്പോൾ പേരൻസ് ആണെങ്കിലും പോലും കേട്ടോ. അപ്പോൾ നല്ലോണം സംസാരിക്കാൻ നല്ല സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള പേരൻസ് ആണെങ്കിൽ യു ക്യാൻ അപ്രോച്ച് ദം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിനും നിൽക്കണ്ട. മാക്സിമം ഒരു സോഷ്യൽ ആവുന്നത് ഒന്ന് കുറക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ, ഈ നീറ്റ് എക്സാം എഴുതാൻ പോകുമ്പോൾ ഏറ്റവും വലിയ നമ്മുടെ ടെൻഷൻ എക്സാമിന് മറന്നു പോകും നമ്മൾ പഠിച്ചത്. എക്സാമിന് നമ്മൾ മറന്നു പോകുന്നുള്ള പേരുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഇനിയിപ്പം ഇന്ത്യയിൽ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും മറന്നു പോകും.
എല്ലാവരും പെർഫെക്റ്റ് ആയിട്ട് 100% ഓർമ്മയിലല്ല എക്സാം എഴുതാൻ പോകുന്നത്. പക്ഷെ നമുക്ക് മറന്നു പോയാലും ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസാണ്. അതിനെ സ്മാർട്ട് വർക്കോടെ അതിനെ ഡീൽ ചെയ്തിട്ട് നമ്മൾ ടെൻഷനൊന്നും ഇല്ലാതെ നല്ല എന്താണ് പവർഫുള്ളായിട്ട് നല്ല രീതിയിൽ അതിനൊരു എന്താണ് സ്മാർട്ടായിട്ട് എക്സാമിന് എടുത്തിട്ട് ചെയ്യുന്ന ആളുകളാണ് മുന്നിലേക്ക് എത്താൻ പോകുന്നത്. നമ്മൾ എത്ര പഠിച്ചെന്ന് പറഞ്ഞിട്ട് എന്താണ്, നമുക്ക് പഠിച്ച ആളുകളിൽ തന്നെ അങ്ങനെയാണ് ഈ കോമ്പറ്റീഷൻ വരുന്നത്. അപ്പം പഠിച്ച ആളുകൾ തന്നെ ആരാണ് സ്ട്രെസ്സ് കുറവായിട്ട് ടെൻഷൻ ഇല്ലാതെ മുന്നോട്ട് നിൽക്കുന്നു, അവരെന്നെ മുന്നിട്ട് നിൽക്കും. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, അപ്പം നിങ്ങൾക്ക് ടെൻഷൻ അടിക്കണോ? വേണ്ട, ടെൻഷൻ അടിക്കുന്നത് നിങ്ങൾക്ക് ഉള്ളതും കൂടെ കുറക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കി നിങ്ങളുടെ ടെൻഷൻ അപ്പം തന്നെ പോക്കുവാണ് വേണ്ടിയത്. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ടെൻഷൻ അടിച്ചാൽ നിങ്ങൾക്ക് മാത്രമേ പ്രശ്നം വരാൻ പോകുന്നുള്ളൂ. അപ്പം മറന്നു പോകുന്നുള്ള പേടിയൊന്നും വേണ്ട, മറക്കും, എല്ലാവരും മറക്കും, മിക്ക പിള്ളേരും മറക്കുന്നതാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കണ്ട. അങ്ങനെ എല്ലാം 100% ഓർമ്മയുള്ള ഒരാൾ പോലും ഇല്ല. നിങ്ങൾ എന്താണ് മറന്നു പോകാതിരിക്കാൻ ഇപ്പം നിങ്ങൾക്ക് കുറേ റിവൈസ് ചെയ്യാം, നിങ്ങൾക്ക് പറ്റുന്ന അത്ര റിവൈസ് ചെയ്തിട്ട് പോവാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പം റിവിഷൻ ഇസ് എ മസ്റ്റ്. റിവിഷൻ എന്തായാലും ചെയ്യണം. നമ്മൾ പഠിക്കുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആണ് റിവൈസ് ചെയ്യുക എന്നുള്ളത്. സോ ഇതൊക്കെ ചെയ്ത് പോയാൽ തന്നെ നമ്മുടെ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന സാധനമാണ് റിവിഷനൊക്കെ. അതൊക്കെ ചെയ്ത് പോയാൽ തന്നെ കുറേ നമുക്ക് ടെൻഷൻ ഇല്ലാതാവും. ഇപ്പം ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് 5 ഡേയ്സിലൊരു റിവിഷൻ്റെ സ്കെഡ്യൂൾ എന്ന് വെച്ചാൽ നമ്മൾ 5 ദിവസം ഡിവൈഡ് ആക്കിയിട്ട് 3 ദിവസമോ 2 ദിവസമൊക്കെ ആക്കിയിട്ട് ആ ദിവസങ്ങൾ എങ്ങനെ റിവൈസ് ചെയ്യണം, ബയോളജിയും ഇനോർഗാനിക്കും ഒക്കെ എവിടെ പഠിക്കണം എന്നൊക്കെ ഞാൻ പറയുന്നൊരു വീഡിയോ ഉണ്ട്. അപ്പം അതിൽ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് പോയാൽ സത്യം പറഞ്ഞാൽ നമുക്ക് കുറേ ടെൻഷൻ ഉണ്ടാവില്ല. കാരണം നമുക്ക് പഠിച്ചു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. കാരണം നമുക്ക് ഈ റിവിഷൻ്റെ സ്പെഷ്യാലിറ്റി അതാണ്, ലാസ്റ്റിലോട്ട് നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആ കോൺഫിഡൻസ് എവിടുന്നോ കയറി വരും. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്താൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ കുറേ പ്രശ്നം സോൾവ് ആവും. പിന്നെ നമ്മൾ ഇപ്പം എക്സാമിൻ്റെ മുന്നേ മാത്രമല്ല, നമ്മൾ രാവിലെ നീറ്റ് എക്സാമിൻ്റെ രാവിലെ തന്നെ എണീറ്റിട്ട് ഒന്ന് റിലാക്സ് ചെയ്യുക, നമ്മളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ബ്രീത് ഇൻ ബ്രീത് ഔട്ട് അങ്ങനത്തെ എന്തെങ്കിലും എക്സസൈസ് ഒക്കെ ചെയ്ത് ഒന്ന് ശാന്തമായി നിൽക്കാൻ ശ്രമിക്കുക. ഒരു ഞാൻ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളിലേക്ക് പോവല്ലേ എന്ന് മാത്രമല്ല, നമ്മൾ കൂടുതൽ റിലാക്സ് ആവാൻ ഒറ്റയ്ക്ക് തന്നെ ശ്രമിക്കണം. കുറച്ച് മനസ്സിലായോ എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഒന്ന് ശ്വാസം പുറത്തേക്ക് വിട്ട് ഒന്ന് ശ്വാസം ഉള്ളിലേക്ക് എടുത്താൽ തന്നെ കുറച്ച് പ്രാവശ്യം നമുക്ക് ഒരു റിലാക്സേഷൻ ഉണ്ടാവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര മാറ്റം വരുന്നൊരു കാര്യമാണിത്. നമ്മളിത് പറയുമ്പോൾ ഭയങ്കര സില്ലി ആയി തോന്നും, പക്ഷേ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ, ഇത് ഭയങ്കര ഒരു സുഖമുള്ള കാര്യമാണ്. അപ്പം നീറ്റിൻ്റെ എക്സാമിൻ്റെ രാവിലെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് നന്നായിട്ട് നല്ല രീതിയിലാണ് അത് എഫക്റ്റ് ചെയ്യുക കേട്ടോ. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടാവും രാവിലെ തന്നെ പഠിക്കണമെന്നുള്ളത്. ഈ നീറ്റിൻ്റെ എക്സാമിൻ്റെ രാവിലെ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും നിങ്ങൾ മനസ്സിൽ വെച്ചിട്ടുണ്ടെന്ന് വെച്ചോ, ഇതൊന്ന് നോക്കണം, എന്തെങ്കിലും ഒരു ചെറിയ ടോപ്പിക്സോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. പക്ഷേ അതിന് നമ്മൾ കുറേ സമയം എടുക്കരുത്, ചെറിയ സമയമൊക്കെ നോക്കുക, കുറച്ചെന്തെങ്കിലും നോക്കുക. ഞാൻ പറയുന്നത് ഒരു ഹെക്റ്റിക്കായി അല്ലെങ്കിൽ ഭയങ്കര അങ്ങനത്തെ ഒരു ഷെഡ്യൂൾ രാവിലെ ഉണ്ടാക്കാൻ പാടില്ല നീറ്റിൻ്റെ അന്ന്. അപ്പോൾ നിങ്ങൾ കുറച്ചെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയും തട്ടി പുതിയതായിട്ട് പഠിക്കുന്ന കുറേ ആളുകളൊക്കെ ഉണ്ട് രാവിലെ. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. രാവിലെ എണീറ്റിട്ട് പുതിയതായിട്ട് ചില ചാപ്റ്റേഴ്സ് നോക്കുക, പുതിയതായിട്ട് ചില ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഞാനതൊന്നും ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് മറന്നു പോകാൻ ചാൻസ് വന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പൊടി തട്ടി വിടുന്ന പോലെ പേജസൊക്കെ ഒന്ന് മറിച്ച് വേഗം. ഇപ്പം ഞാനാകുമ്പം എനിക്കുള്ളൊരു ഇതെന്താ വെച്ചാൽ, ഞാൻ എല്ലാ എക്സാമിൻ്റെ മുന്നേ NCERT ബയോളജി എടുത്തിട്ട് എല്ലാ പേജും മറിച്ച് വെക്കും എക്സാമിൻ്റെ കുറച്ച് മുന്നേ. മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ ഒക്കെ ഞാൻ എല്ലാ പേജും മറിച്ച് നോക്കും. ബിക്കോസ് എനിക്ക് ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ ഓർമ്മ വരും ഞാൻ ഈ ഭാഗത്ത് മോശമാണ്, അപ്പം ഞാൻ ചെറുതായി ആ ഭാഗത്ത് നിന്ന് വായിച്ച് വേഗം കൊടുക്കും. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ യു ക്യാൻ ഡു. പക്ഷേ ഫുൾ ബയോളജി അങ്ങനെ ചെയ്യണം എന്നൊക്കെ എനിക്കറിയില്ല നിങ്ങൾ എത്ര ടൈം എടുക്കും. അങ്ങനെ ടൈം എടുക്കാതെ ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ 5-10 മിനിറ്റ് കൊണ്ടൊക്കെ ഫുൾ ബയോളജി വെറുതെ പേജ് മറിച്ച് വിടാൻ എടുക്കുന്ന ആളുകളാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. എന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും വീക്കായിട്ടുള്ള പോർഷൻസ് ഒക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് എപ്പോഴും പ്രശ്നം വരുന്നതോ എപ്പോഴും മറന്നു പോകുന്ന ക്ലാസിഫിക്കേഷൻസോ അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാം. അങ്ങനെ ചെറിയ ചെറിയ പോർഷൻസ് ഒക്കെ നോക്കുക. അല്ലാതെ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഭയങ്കരമായി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര പേടി വരാനും ചാൻസാണ്. നിങ്ങൾ അന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് ഓർക്കാനും പോകുന്നില്ല, അതങ്ങനെയാണ്. നിങ്ങൾ അന്ന് രാവിലെ കുറേ കുത്തിയിരുന്ന് പഠിച്ചാൽ അതൊന്നും ഓർമ്മ വരാൻ പോകുന്നില്ല. സോ അങ്ങനത്തെ ഇതിൽ നിൽക്കണ്ട, ചെറുതായിട്ട് പഠിച്ചാൽ അതൊക്കെ ഓർമ്മ ഉണ്ടാവും. ഓക്കെ, പിന്നുള്ളത് പറഞ്ഞാൽ നിങ്ങൾ എക്സാം ടെൻഷൻ ഉണ്ടാക്കാനുള്ള വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ എക്സാമിന് ഇറങ്ങുന്നതൊക്കെ വേഗമാക്കുക. അതായത് നമ്മളിപ്പം ചിലപ്പോൾ ദൂരമായിരിക്കും നമുക്ക് സെൻറ്റർ കിട്ടാൻ. ഇപ്പോൾ ദൂരം അല്ലെങ്കിലും എവിടെയാണെങ്കിലും നമ്മളത് കറക്റ്റായിട്ട് തലേന്നേ ഓർത്ത് വെക്കുക, ഈ സമയത്ത് ഇറങ്ങണം എനിക്ക് വീട്ടിൽ നിന്ന്. അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിൽ വെക്കണം. അതായത് എത്ര മണിക്കൂർ മുന്നേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും, എത്ര മണിക്കൂർ മുന്നേ എനിക്ക് നിങ്ങൾക്കിപ്പോൾ ചെക്കിംഗ് ഒക്കെ കൂടുതലുള്ള ആളുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർക്ക് എത്ര മണിക്കൂർ മുന്നേ നിങ്ങൾ ഇറങ്ങണം എന്നുള്ളതൊക്കെ സ്പെസിഫിക്കലി നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പം അങ്ങനത്തെ കേസുകൾ നിങ്ങൾ
കറക്റ്റായി ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ റഷ്യയിലൊരു സ്ഥലത്തേക്ക് പോയാൽ നമുക്ക് എന്തായാലും അതിൻ്റേതായിട്ടുള്ള ഒരു ഇത് മനസ്സിലുണ്ടാവില്ലേ, ആ ഒരു എന്താ ഒരു പാനിക്കിംഗ് എന്ന് പറയില്ലേ, ആ ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് പിന്നെ ഇതൊക്കെ ഭയങ്കര സ്ട്രെസ്, ഭയങ്കര റഷ് ചെയ്ത് നമ്മൾ വേഗം അവിടെ പോയി എക്സാം ഹാളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എന്താണ് ഒരു സുഖം ഉണ്ടാവില്ല. നമ്മൾ ഭയങ്കര റിലാക്സ് ചെയ്തൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സാം ഭയങ്കര ഒരു കൂളായിട്ട് എഴുതാം. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടെൻഷൻ ഒഴിവാക്കാൻ വെറുതെ ടെൻഷൻ ഇൻവൈറ്റ് ചെയ്ത് വെക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ തന്നെ നമ്മളെ കുറേ ടെൻഷൻ ഒഴിവാകും. നമ്മളായിട്ട് കുറേ ടെൻഷനുകൾ കൊണ്ടുവരാതിരുന്നാൽ മതി. നമ്മൾ കുറേ കാര്യങ്ങളൊന്ന് മര്യാദയ്ക്ക് ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ടെൻഷൻ കുറയും. ഓക്കെ, അപ്പോൾ ഈ കെയർലെസ്നെസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാൽ മതി. ഇതൊക്കെയാണ് നോക്കേണ്ടുള്ളൂ. അപ്പം ടെൻഷൻ അടിക്കാതെ എഴുതുക. കാരണം ഞാൻ പറഞ്ഞത് എന്തായിരുന്നു, നേരത്തെ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റാങ്ക് അതിന് മാത്രം താഴോട്ട് പോകും. അപ്പോൾ ആരൊക്കെ ടെൻഷൻ അടിക്കാതെ എക്സാം എഴുതുന്നു അവരൊക്കെ മുകളിലോട്ട് പോകും. ഓക്കെ, നല്ല റാങ്കോടെ അവർ മുന്നോട്ട് പോകും. അപ്പം നിങ്ങൾക്ക് എന്താണ് ആവേണ്ടത് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾക്ക് എന്താണോ, ടെൻഷൻ അടിച്ചിട്ട് റാങ്ക് കുറയണോ? ഇല്ലല്ലോ. അപ്പം നന്നായി ടെൻഷനൊന്നും അടിക്കാതെ നന്നായി പഠിച്ച് നിങ്ങളെ പഠിത്തത്തിന് എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾക്ക് ഒരു ലെവൽ ഓഫ് സ്ട്രെസ് ഒന്നും കുഴപ്പമില്ല, അതിൻ്റെ മുകളിൽ വെറുതെ ടെൻഷനൊക്കെ അടിച്ച് മാർക്ക് വെറുതെ കുറക്കാതെ നോക്കുക. സോ ഓൾ ദി ബെസ്റ്റ്.